നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പുതിയൊരാളുടെ പേര് കൂടെ ബിഗ് ബോസിലോട്ട് ഈ കൊല്ലം ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് കാര്യങ്ങൾ തന്നിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ ഇത് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ തൊപ്പി ഇല്ല എന്നും അതുപോലെ നമ്മുടെ അമല ഷാജി ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരിക്കലും ബിഗ് ബോസ് കാണില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് ഇവർ രണ്ടുപേരും ഇത്തവണ ബിഗ് ബോസ് ഇല്ല എന്നാണ്. അതായത് തൊപ്പിയും ഇല്ല, അതുപോലെ തന്നെ അമല ഷാജിയും ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ലിയാൻഡ്ര മരിയ. അപ്പം പുള്ളിക്കാരി ഒരു മോഡലാണ്, അതുപോലെ ആക്ടറാണ്, അതുപോലെ എന്റർപ്രണർ ആണ്. അപ്പൊ നമുക്കെല്ലാവർക്കും പറയാം മാർച്ച് 10-നാണ് ഈ ഇത്തവണ ബിഗ് ബോസ് സീസൺ മലയാളം 6 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന്റെ പ്രൊമോസ് കാര്യങ്ങളൊന്നും വന്നില്ലെന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ കേട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫെബ്രുവരി 28-ാം ശേഷമായിരിക്കും ഡേറ്റ് കാണിച്ചുള്ള പ്രൊമോ കാര്യങ്ങൾ വരുന്നത്. അപ്പം ലിയാൻഡ്ര മരിയയും ഇത്തവണ ബിഗ് ബോസിലുണ്ടെന്നുള്ള ഒരു കൺഫർമേഷൻ കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 100% നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ലെങ്കിലും 90% നമുക്കൊരു കൺഫർമേഷൻ പറയാൻ പുള്ളിക്കാരി ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കണ്ടാൽ ഫോട്ടോ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മലയാളി അല്ലെന്നൊക്കെ തോന്നുമെങ്കിലും കൊച്ചിക്കാരിയാണ്, മലയാളിയാണ്, അതുപോലെ ഒരു മോഡലാണ്, ആക്ടറാണ്, അതുപോലെ എന്റർപ്രണർ ആണ്. പുള്ളിക്കാരിക്ക് പിന്നെ ഡ്രസ്സിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് കാണാൻ സാധിച്ചതാണ്. അപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ വെറുതെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടവരുടെ പേരൊക്കെ പറയുന്നതല്ലെന്ന്. നമുക്ക് വ്യക്തമായ ക്ലൂസ് കാര്യങ്ങൾ കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റ് കാര്യങ്ങളൊന്നും ഇടുമ്പോൾ നമ്മൾ വീഡിയോയിൽ പരസ്യങ്ങൾ ഇടാറില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് റവന്യൂ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വീഡിയോ ചെയ്ത് ഏകദേശം 90% നമ്മൾ പറഞ്ഞിരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു വന്നിരുന്നത്. തീർച്ചയായിട്ടും ബിഗ് ബോസുമായി റിലേറ്റഡ് ആയ എല്ലാ അപ്ഡേറ്റ്സും ആദ്യമേ തന്നെ അറിയാനായിട്ട് മറക്കാതെ മേടിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവേ. നാളെ മറ്റൊരു വീഡിയോ കാണാൻ പ്രതീക്ഷയോടെ ബൈ ഗൈസ്.